ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യഹൂദ പ്രമാണികളുമായി ഈശോ ഏർപ്പെടുന്ന 5 വിവാദങ്ങളിൽ ആദ്യത്തേതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള വചനഭാഗം ചോദ്യരൂപേണയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. യേശു ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് ദേവാലയം ശുദ്ധീകരിച്ച് കച്ചവടക്കാരെ പുറത്താക്കി കടന്നു വന്ന ഈശോയോട് വെറുപ്പും ദേഷ്യവും തോന്നിയ ജനപ്രമാണികൾ ചോദിക്കുന്ന ചോദ്യമാണ്: എന്തധികാരത്തിലാണ് നീ ഇത് ചെയ്തത്? നീ തച്ചൻ്റെ മകനാണ്? നീ സാധാരണക്കാരനാണ്? ഇവ പ്രവർത്തിക്കുവാനുള്ള അധികാരം ആര് നൽകി? എന്നീ ചോദ്യങ്ങൾക്കാണ് ഇന്നത്തെ സുവിശേഷം ഉത്തരം നൽകുക. എന്നാൽ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും, ഈശോ ഉത്തരം പറയാതെ അതിനു പകരം ഉത്തരത്തെ മറു ചോദ്യം കൊണ്ട് നേരിടുന്നു. ഇത് ഈശോയുടെ പഠിപ്പിക്കൽ രീതിയാണ്. എന്തിനാണ് ഇങ്ങനെ മറു ചോദ്യം ചോദിക്കുന്നതിന് കാരണം? ചോദ്യം ചോദിക്കുന്ന ആളുടെ ഉദ്ദേശം മനസ്സിലാക്കുക, അവനെ പരിശോധിക്കാൻ വേണ്ടിയാണ് കർത്താവ് ചോദ്യം ചോദിക്കുക. ഈശോ അവരുടെ ചോദ്യത്തിന് ഒരു മറു ചോദ്യം ഇതായിരുന്നു: യോഹന്നാന്റെ സ്നാനം സ്വർഗത്തു നിന്നോ മനുഷ്യരിൽ നിന്നോ? ഈ ചോദ്യം അവരെ നന്നേ കുടുക്കി. കാരണം അവരെന്ത് ഉത്തരം പറഞ്ഞാലും അവർക്ക് പ്രശ്നമാണ്. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തു നിന്ന് പറഞ്ഞാൽ യേശു ചോദിക്കും, എന്തുകൊണ്ട് നീ യോഹന്നാനെ കേട്ടില്ല? മനുഷ്യരിൽ നിന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. യോഹന്നാനെ വലിയ പ്രവാചകനായി ജനങ്ങൾ കണ്ടിരുന്നു. ജനങ്ങളെ ഭയന്ന് അങ്ങനെയും അവർക്ക് പറയുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈശോ പറയുന്നൊരു കാര്യം ഇതാണ്: ഞാൻ എന്നാലും ഉത്തരം പറയുന്നില്ല. എന്നാൽ എന്തിനാണ് ഇവിടെ യോഹന്നാനെ കുറിച്ച് പറയാതെ പറഞ്ഞു വെച്ചത്? അതിന് കാരണം ഇപ്രകാരമാണ്: യേശുവിനെ യോഹന്നാനാണ് പരിചയപ്പെടുത്തുക. യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, എന്നെക്കാൾ വലിയവൻ പിന്നാലെ വരുന്നുണ്ട്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനും അഗ്നിയാലും സ്നാനം നൽകുമെന്നൊക്കെ. അതായത് ഈശോ അവരോട് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ ദൈവപുത്രനാണെന്ന് തന്നെയാണ്. നമുക്കും സുവിശേഷത്തിലൂടെ ചിന്തിക്കാം, ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്, സ്വർഗത്തു നിന്ന് വന്നവനാണ്. അത് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.